blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാകട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ലോകം എമ്പാടുമുള്ള ലക്ഷോപലക്ഷം പേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, തൃശ്ശൂരിൽ നിന്നുള്ള കുമാരി വേണുഗോപാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് നല്ല ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. കണ്ണൂർ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നുള്ള ബേസിൽ ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള തോമസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് വിദേശത്ത് നല്ലൊരു ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാലക്കാട് നിന്നുള്ള തങ്കച്ചനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകനും മകൾക്കും എത്രയും വേഗം നല്ല ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഈ ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ എപ്പിസോഡിൻ്റെ അവസാനം സന്ദേശമെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇന്ന് ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് കൊണ്ട് പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്, ചെക്ക് ബുക്ക്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങി സാമ്പത്തികത്തെ കാണിക്കുന്നതെല്ലാം എടുത്തു വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കറുകച്ചാൽ. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീനികേതൻ ഓഡിറ്റോറിയം, മണിമല റോഡ്, കറുകച്ചാൽ. അടൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മേലേടത്ത് ഓഡിറ്റോറിയം, ഫയർ സ്റ്റേഷന് സമീപം, അടൂർ. വിവാഹം കഴിഞ്ഞ് ഏകദേശം 5 വർഷത്തോളം തൻ്റെ ഭർത്താവ് കഠിനമായ മദ്യപാനിയായിരുന്നു. അതായത് ഏകദേശം ഭർത്താവിൻ്റെ 18ാമത്തെ വയസ്സിലാണ് താൻ മദ്യപാനം തുടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് 42ഓളം വയസ്സുണ്ട്. ഏകദേശം 24 വർഷത്തോളം താൻ കടുത്ത മദ്യപാനിയായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് ഏകദേശം തന്നൊരു മേസ്തിരിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. താൻ ജോലിയെടുക്കുന്ന കുറേ അധികം പൈസ തന്നെ ഏകദേശം 500 രൂപയോളം ഒരു ദിവസം താൻ മദ്യപിക്കുകയും വേറെ പലർക്കൊക്കെ മദ്യം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു, മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അറിയില്ല. അതുകൊണ്ട് എത്ര രൂപ കയ്യിൽ നിന്ന് പോയി എന്നൊന്നും തനിക്കറിയില്ലായിരുന്നു. ഏകദേശം താൻ വിവാഹം കഴിഞ്ഞ ആ സമയം തുടങ്ങി തൻ്റെ ഭർത്താവിൻ്റെ ഒരു മദ്യപാനം മാറാൻ വേണ്ടിയിട്ട് താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. താൻ ഭർത്താവിൻ്റെ ഈ മദ്യപാനം ഉള്ളതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് അത്ര നല്ലൊരു ബന്ധത്തിലായിരുന്നില്ല. അവരെപ്പോഴും വഴക്കുകളും എന്തെങ്കിലും ചോദിച്ചാലൊക്കെ പ്രശ്നങ്ങളൊക്കെ ആകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സഹോദരി ഏകദേശം 1 വർഷത്തിന് മുൻപ് ഇവരുടെ ഒരു സഹോദരൻ്റെ, അതായത് ഭർത്താവിൻ്റെ ഒരു അനിയൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർ TV വെറുതെ രാവിലെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നത്. അന്ന് ഇങ്ങനെ മദ്യപാനം മാറിയ ഒരു സാക്ഷി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ഈ സഹോദരി അന്ന് വരെ ഇവരുടെ വീട്ടിൽ കാണുന്നത് ഈ ഭർത്താവല്ല കാണുന്നത്, ഈ സഹോദരിയാണ് അത് കാണുന്നത്. ഈ സഹോദരിയുടെ വീട്ടിൽ അതിനു മുമ്പ് ടി വി ഇല്ല. ഈ സഹോദരി ചെയ്ത് അന്ന് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അവരുടനെ തന്നെ പ്രെയർ കോൾ സെൻ്ററിൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. അന്ന് തുടങ്ങി ഈ പ്രോഗ്രാം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് മാത്രമല്ല, മദ്യപാനം മാറിയ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സഹോദരി അത് തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ട് ഈ സഹോദരി അന്ന് തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ സഹോദരി കോൾ സെൻ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈ സഹോദരി കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു TV വാങ്ങി എല്ലാ ദിവസവും ഈ സൂര്യ TVയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ വേണ്ടിയിട്ട് ഇവർ TV വാങ്ങി ഇവർ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഈ സഹോദരി പറയുന്ന ആ TV വാങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്താവ് മദ്യപാനം ഉപേക്ഷിച്ചു. അതുവരെ വർഷങ്ങൾ ഇത് കേട്ടായിരുന്നോ? ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങി, 18 വയസ്സിൽ തുടങ്ങിയ മദ്യപാനമാണ്. ഞാനും ഒന്ന് ചോദിച്ചിട്ട്, ഈ കഥ ശരിയാണോ? കാരണം വേറൊരാൾ കേട്ടിട്ട് പറഞ്ഞതായതുകൊണ്ട് നേരിട്ട് നാട്ടുകാരോട് പറയും, ഈ പറഞ്ഞ കഥ ശരിയാണോ? ശരിയാണ്. സത്യമാണ് ഈ പറയുന്നത്. 18 വയസ്സിലാണ് ഭർത്താവ് മദ്യപാനം തുടങ്ങുന്നത്. ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങിയ ശേഷം എങ്ങനെ ഇത് നിർത്തിയത്?
ഞാൻ ബ്രദർ പ്രാർത്ഥിക്കുന്ന കണ്ടോ, അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ ഒന്നും കൂടി മാറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെറുങ്ങനെ മാറി നിന്നു. ഇപ്പം തീരെ മാറി. തുടങ്ങിയ സമയത്ത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പതുക്കെ കുറച്ചു. ഇപ്പൊ അത് പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ അങ്ങനെ മാറിയിട്ട് എത്ര നാളായി? ഫുള്ള് 5-6 മാസമായിട്ട് കുടിച്ചിട്ടില്ല. ദാറ്റ്സ് എ മിറക്കിൾ. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 42 വയസ്സുണ്ട്. 18 വയസ്സിൽ തുടങ്ങി 42 വയസ്സ് വരെ കുടിച്ചൊരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ, യേശു കർത്താവ് തൊട്ടപ്പോൾ പൂർണ്ണമായും മദ്യപാനം നിർത്തി. ഇവിടെ പ്രവർത്തിച്ചത് യേശു കർത്താവാണ്. നമ്മുടെയൊക്കെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയാം. കർത്താവെ, രവീന്ദ്രന് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചു. ഈ സഹോദരിക്ക് നല്ലൊരു ഭർത്താവിനെ കയ്യിൽ കൊടുത്തല്ലോ. അവളുടെ വേദനയും കണ്ണുനീരും പ്രാർത്ഥനയും കർത്താവ് കേട്ടതിനായി നന്ദി പറയുന്നു. എന്നാൽ ഈ സാക്ഷ്യം കേൾക്കുന്ന കാണുന്ന കുടുംബങ്ങളിൽ മദ്യപാനികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇവിടെ അനുഭവിച്ച് അറിഞ്ഞൊരു വ്യക്തി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ മദ്യപാനിയുടെ മദ്യപാനം നിൽക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. Abu Dhabi Blessing Festival, April 12th, 2016, Tuesday. Time 7 p.m. to 10 p.m. Hotel Grand Mercure Residence, Zayed the First Street, Electra Street, Tourist Club area. Sharjah Blessing Festival, April 13th, 2016, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church, Main Hall, Sharjah. Dubai Blessing Festival, April 14th, 2016, Thursday. Time 7 p.m. to 10 p.m. Musalla Tower, Main Hall, near Al Fahidi Metro Station, Bur Dubai. Al Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al Mulla Plaza Building, Al Nada. രണ്ടാമതായിട്ട് ഈ മനുഷ്യൻ, ഈ മകൻ, അവൻ കഷ്ടപ്പെട്ടിരിക്കുന്നത്, അവൻ ബൈബിളിൽ നാം കാണുന്നു ക്ഷാമത്തിലൂടെ അവൻ കടന്നുപോയെന്ന് കാണുന്നു. ഒരു വലിയ ക്ഷാമത്തിലൂടെ 14-ാമത്തെ വചനത്തിന്റെ ആ ഭാഗത്ത് നമുക്ക് കാണാം. അക്കാലത്ത് അവിടെ ഒരു വലിയ ക്ഷാമം നേരിട്ടിട്ട് ഭക്ഷണം പോലും ലഭിക്കാത്ത വിധത്തിൽ ക്ഷാമത്തിലൂടെ അവൻ കടന്നുപോയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, സ്വർഗത്തിലെ പിതാവിൽ നിന്ന് അകന്നു പോകുമ്പോൾ പലതിനും ക്ഷാമം നേരിടാം. ഹല്ലേലൂയ. ഇതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ക്ഷാമം നേരിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യുന്ന നല്ലതായിരിക്കാം. എവിടെയാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്, എൻ്റെ പിതാവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്? ഈ സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് വരുവാനായി ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, ക്ഷാമത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, സമ്പൽ സമൃദ്ധിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളത്. ചേർന്ന് ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. അടുത്തതായിട്ട് ഇദ്ദേഹത്തെ നോക്കുമ്പോൾ ഇദ്ദേഹം ഒത്തിരി സഹിച്ചു എന്ന് പറഞ്ഞില്ലേ? 3-ാമത്തെ സഹനമാണ്. വലിയ അടിമപ്പണി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഷിദ്ധമായിട്ടുള്ളൊരു മൃഗമാണ് പന്നി എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏറ്റവും നിഷിദ്ധമായിട്ടുള്ളൊരു മൃഗമാണ് പന്നി എന്നുള്ളത്. പന്നിയുടെ ഇറച്ചി അവർ ഭക്ഷിക്കാറില്ല. പന്നിയുടെ കൂടെയുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്യാറില്ല. പക്ഷേ അപ്പോൾ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ടതാണ് അന്യജാതിക്കാർ എന്ന് പറയുന്നത്. അവർക്ക് എത്ര കടം വന്നാലും, പ്രശ്നം വന്നാലും, ക്ഷാമം വന്നാലും അന്യജാതിക്കാരിടയിലേക്ക് പോകുകയില്ല. അങ്ങനെ പോയാൽ അവർക്ക് വലിയ ശാപങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ബൈബിളിൽ നോക്കിയ രൂത്തിന്റെ പുസ്തകം നാം പഠിച്ചാൽ, നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീ നാട്ടിൽ ബേത്ലഹേമിൽ ഒരു ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു നാട്ടിലേക്ക് പോയി. ഉടനെ അവരുടെ 2 മക്കളും മഹ്ലോനും കില്യോനും മാറി മാറി അടുത്ത ദിവസങ്ങളിൽ തന്നെ മരണമടയുന്ന കാര്യമാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും നവോമി
നവോമിയോട് അയ്യോ അയ്യോ പറയാൻ തുടങ്ങി. കാരണം സ്വന്തം രാജ്യത്തിൽ നിന്ന് മറ്റൊരു വിദേശ രാജ്യത്തേക്ക് അല്ലെങ്കിൽ വിദേശിയുടെ ഇടയിലേക്ക് പോകുന്നത് അതൊരു ശാപത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ യഹൂദന്മാർ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഈ മകനെ നോക്കൂ, ഇവൻ ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് വിദേശിയുടെ ഇടയിൽ ഏറ്റവും നിഷിദ്ധമായ പന്നിയുടെ ജോലി ചെയ്യുന്ന ജോലിയിലേക്ക് ഈ മകൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു അടിമപ്പണി പറയാനേ ഇല്ല. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവിനെ വിട്ടുപോയാൽ, സ്വർഗീയ പിതാവിനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലെ അടിമപ്പണി ചെയ്യുന്ന പോലെ ചില സമയത്ത് കഷ്ടപ്പെടേണ്ടി വന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇന്നൊന്ന് തീരുമാനിക്കാമെങ്കിൽ കർത്താവിന് നിങ്ങളെ ആ അടിമ നുകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായി സാധിക്കും. ഒരിക്കൽ കൂടെ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും, ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. ഇവനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഭാഗം നമ്മൾ കാണും, ഏറ്റവും കൂടുതൽ അവൻ കഷ്ടപ്പെട്ടത് വിശപ്പിന്റെ കാര്യത്തിൽ. ഹി സഫേർഡ് ഹങ്കർ. വിശപ്പിന്റെ കാര്യമായിരുന്നു. അവിടെ പന്നിയുടെ ഭക്ഷണമാണ്, അതുപോലും അവസാനം എന്തായി? കിട്ടാത്ത വിധത്തിലായി. അത്രത്തോളം കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവൻ്റെ വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ച് അവൻ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതത്തിൽ ആ വലിയ വിശപ്പാണ് സത്യത്തിൽ അവനെ സ്വർഗത്തിലെ പിതാവിലേക്ക് അഥവാ പിതാവിലേക്ക് നോക്കുവാനായിട്ട് അവനെ ഇടയാക്കി തീർത്തത്. ഇന്നിവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, 2 തരത്തിലുള്ള വിശപ്പുണ്ട്. ഒന്ന്, യേശുവിനെ കാണുന്നതിന് മുൻപുള്ളൊരു വിശപ്പ്. 2, യേശുവിനെ കണ്ടു കഴിയുമ്പോൾ വരുന്നൊരു വിശപ്പ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. എന്താണ് യേശുവിനെ കാണുന്നതിന് മുൻപുള്ളൊരു വിശപ്പ്? അതൊരു സാധാരണ വിശപ്പാണ്. ലോകത്തിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിശപ്പാണത്. അല്ലെങ്കിൽ മറ്റു പലതിനോടുള്ള അഭിനിവേശമാണത്, മറ്റു പലതിനോടുമുള്ള താല്പര്യങ്ങളാണത്. എന്നാൽ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ പാനീയത്തിനു വേണ്ടിയിട്ടുള്ള വിശപ്പും ദാഹവുമല്ല, പകരം ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പും ദാഹവുമാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സമര്യക്കാരി സ്ത്രീയോട് യേശു കർത്താവ് പറയുന്നത്, ഈ ലോകത്തിലെ വെള്ളം കുടിച്ച പിന്നെയും നിനക്ക് എന്ത് ചെയ്യും? ദാഹിക്കും. പക്ഷെ ഞാൻ നൽകുന്നൊരു വെള്ളമുണ്ട്, അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു ഉറവയാണ്. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യില്ല? ഒരു കാലത്തും പിന്നെന്ത് ചെയ്യില്ല? ദാഹിക്കില്ല. അതാണ് നിത്യജീവന്റെ ജലം എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വിശപ്പിലെത്തിത്തീരാത്തിടത്തോളം സമയം ലോകത്തിൻ്റെ വിശപ്പ് ഒരു മനുഷ്യനെ വിട്ടുമാറുകയില്ല. സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ മാത്രമാണ് മനുഷ്യൻ്റെ യഥാർത്ഥ വിശപ്പിന് പരിഹാരമുണ്ടാകുന്നത്. എന്നാൽ ഇനിയാണ് സത്യം പറഞ്ഞാൽ ഈ മകൻ്റെ ജീവിതത്തിൽ വരുന്ന ടേണിംഗ് പോയിന്റ് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്നുള്ളത് മാനസാന്തരപ്പെടുവാൻ വേണ്ടി അവൻ ചിന്തിക്കാനായി തുടങ്ങി. 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ അവൻ മാനസാന്തരത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. സത്യത്തിൽ അത് ആക്ഷനിലേക്ക് വന്നിട്ടില്ല, പ്രവൃത്തിയിലേക്ക് വന്നിട്ടില്ല. അവൻ്റെ ചിന്തകൾ മാത്രമാണ് 17, 18, 19 വചനങ്ങളിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവന് സുബോധം വന്നിട്ട്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർ എത്രയോ പേർ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ്, ഞാനിവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ചെന്ന്, അപ്പാ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, അങ്ങയുടെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ സ്വീകരിച്ചാൽ മതി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയും. അവൻ്റെ ചിന്തയിൽ അവൻ ചിന്തിക്കുകയാണ്. ഓർക്കുക, മാനസാന്തരം തുടങ്ങുന്നത് ചിന്തയിൽ തന്നെയാണ്. മാനസാന്തരപ്പെടണം എന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തുടക്കമായി. ചിലരുടെ ചിന്തയിൽ അത് വന്നപ്പോൾ തന്നെ അനുഗ്രഹത്തിൻ്റെ ആദ്യ ചുവടുകൾ നിങ്ങൾ വെച്ചു. അതിനുശേഷം വീണ്ടും നിങ്ങൾ ചിന്തിച്ചു, അടുത്ത ചൂട് വെച്ചു. ഇന്ന് ആ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അതുപോലെ തന്നെ മാനസാന്തരത്തെക്കുറിച്ച്, തെറ്റിനെക്കുറിച്ചുള്ള അനുതാപം, തെറ്റിനെക്കുറിച്ചുള്ള ചിന്ത, തെറ്റിപ്പോയെന്നുള്ള ചിന്ത, അത് നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ മാനസാന്തരത്തിൻ്റെ ആദ്യ ചൂടുകളിൽ നിങ്ങൾ കയറിയിരിക്കുകയാണ്.
ഓ ഹല്ലേലൂയ. അതുകൊണ്ട് തെറ്റിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്നത് ഏറ്റവും അപകടകരമായൊരു ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മുടെ മാനസാന്തരത്തിന്റെ ജീവിതം തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മദ്യപിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുകവലിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു കുറ്റബോധം, അയ്യോ ഞാൻ മദ്യപിക്കരുത്, എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അതൊരു നഷ്ടമാണല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ആദ്യ ചുവടെന്നുള്ളത്. ഹല്ലേലൂയ. ഈ മകൻ ചിന്തിച്ചു, ഞാൻ വിട്ടുപോകുകയില്ല, ഞാൻ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാനായി പോകുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബ്ലെസ്സിങ് ടുഡേയിലൂടെ അനൗൺസ്മെൻ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഏപ്രിൽ 7, 8, 9 തീയതികളിൽ യൂത്ത് അൺലിമിറ്റഡ് നാഷണൽ കോൺഫറൻസ് നടക്കുകയാണ്. 13 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ടീൻസിനും യൂത്ത്സിനും ഇതിലേക്ക് സ്വാഗതം. നേരത്തെ തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. താമസ സൗകര്യം, ഭക്ഷണമെല്ലാം നേരത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഫോൺ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ തരപ്പെടുത്തുക. I guarantee you, Jesus will transform your life. മാതാപിതാക്കൾ കുട്ടികളെ അയക്കുക. കുട്ടികൾ ദയവായി വന്നു ചേരുക. അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ 20, 21 വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അവൻ എന്താണോ അവൻ ചിന്തിച്ചത് അതുപോലെ, ആ വാക്കുകൾ നോക്കിയാൽ മനസ്സിലാകും അവൻ എന്താണോ ചിന്തിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഇന്നതുപോലെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ 20, 21 വചനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന, അങ്ങനെ അവൻ എഴുന്നേറ്റ് അവൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയി. അതിനു മുൻപ് ഞാൻ പോകും എന്നായിരുന്നു. പക്ഷെ ഇവിടെ കാണുന്നു, അവൻ പോയി. ദൂരത്ത് നിന്ന് തന്നെ പിതാവ് അവനെ കണ്ടു, മനസ്സിലിഞ്ഞു. അവൻ ഓടിച്ചെന്ന് അവൻ്റെ അപ്പൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. നോക്കുക, മാനസാന്തരത്തെ കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, അത് അക്ഷരം പ്രതി അവൻ അനുസരിക്കുക കൂടെ ചെയ്തു. ഹല്ലേലൂയ. ഇങ്ങനെയൊരു സ്വഭാവം നമ്മൾ പേരിട്ടപ്പം ധൂർത്തപുത്രൻ എന്നാ പേരിട്ട്, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ ചില ഗുണങ്ങളുണ്ട്. മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ലായിരുന്നു, അതാക്ഷരം പ്രതി അതുപോലെ അവനത് തീർപ്പാക്കി, അല്ലെങ്കിൽ അതുപോലെ അവനത് ചെയ്ത് തെളിയിച്ച് കാണിച്ചു. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയും. നമ്മളിൽ പല ആളുകൾക്കൊക്കെ ഇതങ്ങ് ചിന്തിക്കും, ഞാനിങ്ങനെ മാനസാന്തരപ്പെടും, ഞാൻ ഇനി മുതൽ മദ്യപിക്കില്ല, ഞാൻ ഇനി പോലെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല, ഇന്ന ആളുകളോട്, വഴക്കുള്ള ആളുകളോടെല്ലാം തന്നെ ഞാൻ നിരപ്പാകും എന്നൊക്കെ നമ്മളങ്ങ് ചിന്തിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങ് പ്രവർത്തിക്കില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്നയാളോട് ഞാൻ മാപ്പ് പറയും എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ വായ തുറന്ന് സോറി എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യില്ല, ഇച്ചിരി പ്രയാസമാണ്. ഓർക്കുക, എന്നാൽ ഈ മകനെ സംബന്ധിച്ചിടത്തോളം അത് കൺഫസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറ്റു പറയാൻ അവൻ ഒരു മടിയുമില്ലായിരുന്നു. ഓർക്കുക, ചില തെറ്റുകൾ കുറിച്ചുള്ള മാനസാന്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത് മനസ്സിൽ തീരുമാനിക്കുക മാത്രമല്ല, അത് വായ കൊണ്ട് പറഞ്ഞും ചില കാര്യങ്ങൾ നാം നടപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഈ പിതാവിനെ നമ്മളൊന്ന് നോക്കിക്കേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പിതാവ് അവൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകൾ എത്ര കരുണാർദ്രമായ കണ്ണുകളാണ്, അവൻ്റെ കാലുകൾ എത്ര കരുണാർദ്രമാണ് എന്ന് നമുക്ക് കാണാനായി സാധിക്കും. ഒടുവിലായി നമുക്ക് കാണാനായി സാധിക്കുന്ന ഒരു കാര്യം, ഈ മകനിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവം, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ സ്വഭാവം, ഹി ഈസ് വില്ലിംഗ് ടു റിസീവ് റെസ്റ്റോറേഷൻ പ്രോസസ്. ഈ മകൻ സത്യം പറഞ്ഞ മടങ്ങി ഈ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ഈ പിതാവ് ഇവന് ചില സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊടുത്തത്? ഒരു മേലങ്കി കൊടുത്തു, അല്ലെ? പല പല സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനൊരു സമ്മാനം കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷമാണ്, നല്ല സമ്മാനങ്ങളാണല്ലോ എന്നുള്ളത്. പക്ഷേ പിതാവിൻ്റെ അടുക്കലേക്ക് മാനസാന്തരത്തിൻ്റെ തീരുമാനം വന്ന്, ചിന്ത തലയിൽ വന്ന്, സ്റ്റെപ്പ് എടുത്ത് വെച്ചു, മാനസാന്തരപ്പെട്ടു. അതായത് എഴുന്നേറ്റു, തിരിഞ്ഞു നടന്നു, പിതാവിൻ്റെ അടുക്കിലേക്ക് നടന്നു ചെന്നു. ഇത്രയും പ്രക്രിയ നടത്തി അത് പൂർത്തിയാക്കി, മാനസാന്തരം പൂർത്തിയാക്കി. അത് കഴിഞ്ഞപ്പോൾ പിതാവ് ചില സമ്മാനങ്ങൾ അവന്
നൽകുകയാണ്. ആ സമ്മാനങ്ങൾ അതിനെന്താ, എത്രയും നല്ല സമ്മാനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഈ സമ്മാനങ്ങളുടെ ഒക്കെ പിറകിൽ ചില ഉത്തരവാദിത്തങ്ങളും ഒളിഞ്ഞു കിടക്കുന്ന സമ്മാനങ്ങളാണ്. അത് സ്വീകരിക്കാൻ ആ മകൻ തയ്യാറായി. എന്തൊക്കെയായിരുന്നു ആ സമ്മാനങ്ങൾ? ഒന്നാമതായി ഒരു മേലങ്കിയാണ് അദ്ദേഹം അവന് സമ്മാനിച്ചത്. എന്താണ് ആ മേലങ്കി? യേശുവിൻ്റെ നീതീകരണം എന്ന് പറയുന്ന മേലങ്കി, അഥവാ രക്ഷയുടെ വസ്ത്രമെന്ന് പറയുന്ന മേലങ്കിയാണ് ഒന്നാമതായിട്ട് അവന് നൽകിയത്. രണ്ടാമതായിട്ട് എന്തായിരുന്നു? ഒരു മോതിരം അവനെ ഇടിവിച്ചു. എന്താണ് മോതിരം? അധികാരത്തെ കാണിക്കുന്നതാണ്. എൻ്റെ മകനാണ്, എൻ്റെ അവകാശിയാണ് എന്ന് പറയുന്ന അധികാരത്തെ കാണിക്കുന്ന ഒരു മോതിരം അവനെ അങ്ങ് ഇടിവിച്ചു. മൂന്നാമതായിട്ട് അവൻ്റെ കാലിൽ ചെരുപ്പണിയിച്ചു. എന്താണ് ചെരുപ്പ്? ചെരുപ്പ് കാണിക്കുന്നത് നീ ഇനി എൻ്റെ ദാസനല്ല. അന്നത്തെ കാലത്ത് ദാസന്മാർക്ക് ചെരുപ്പിടാൻ അവകാശമില്ല. നീ ഇനി എൻ്റെ ദാസനല്ല, നീ എന്നോട് ദാസനാക്കിയാൽ മതിയെന്നാ പറഞ്ഞത്. പക്ഷെ നീ എൻ്റെ ദാസനല്ല, ദാസന്മാരെക്കാൾ ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാലിൽ ചെരുപ്പണിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ ഒരു വലിയൊരു ആഘോഷം അവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്മീകമായ അർത്ഥം എന്താണ്? ഇതിൻ്റെയൊക്കെ ആത്മീകമായ അർത്ഥം എന്താണ്? ഓർക്കുക, മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം നൽകുന്ന സമ്മാനമായ മേലങ്കി എന്ന് പറയുന്നത് രക്ഷയുടെ വസ്ത്രമാണ്, യേശുവിൻ്റെ നീതിയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും ഈ രക്ഷാവസ്ത്രം ഉപേക്ഷിച്ചിട്ട് നാം ഒരിക്കലും പിന്നെ പോകാൻ പാടില്ല. ഉത്തരവാദിത്വം കൂടുതലാണ്. രണ്ടാമതായിട്ടൊരു മോതിരം അണിയിക്കുന്നു, അധികാരത്തെ കാണിക്കുന്നു. ദൈവിക അധികാരത്തിൽ നിൽക്കേണ്ട വ്യക്തിയാണ്, അധികാര ചിഹ്നത്തെയാണത് കാണിക്കുന്നത്. ഇനി നിനക്ക് സാധാരണ പയ്യന്മാരെ പോലെ, സാധാരണ ഒരു ആൺകുട്ടിയെ പോലെ ഇനി നിനക്ക് കളിച്ചു ചിരിച്ച് നടക്കാൻ പറ്റില്ല. നീ ഉത്തരവാദിത്തോടെ ദൈവിക ഭവനത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? കാലിലെ ചെരുപ്പ്. സുവിശേഷം കാലിൽ ചെരുപ്പാക്കി എന്നാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. അതായത് സുവിശേഷം പങ്കുവെക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാലാമതായിട്ട് എന്താണ് നാം കാണുന്നത്? ഒരു വലിയ ആഘോഷം, അതായത് കൂട്ടായ്മയുടെ ആഘോഷത്തിൽ നാം ഉൾപ്പെട്ട് നിൽക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാ സമയത്ത് ഇന്ന് ആദ്യമേ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്ന് ആരംഭിക്കുന്ന ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ്. ഈ സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ബാങ്കിൻ്റെ പാസ്ബുക്കോ ചെക്ക് ബുക്കോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ കൈവെക്കുക, എന്നിട്ട് വിശ്വസിക്കുക. നമ്മുടെ സ്വർഗത്തിലെ പിതാവാണ് ഏറ്റവും വലിയ ധനികൻ. കർത്താവേ, we commit this fresh financial year into your hands. കർത്താവിൻ്റെ കൈകൂടെ കർത്താവ് ഈ വർഷത്തിൻ്റെ മേൽ വെച്ച്, കർത്താവെ, കടബാധ്യതകളെ മാറ്റണമേ, ജപ്തി മാറ്റണമേ, ഇല്ലായ്മകളെ മാറ്റണമേ, ഒരു വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, ഓരോ മാസവും കടം വാങ്ങിയും വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും കർത്താവ് ഒരു വലിയ സ്വാതന്ത്ര്യം ഈ വർഷം നൽകണമേ. പ്രമോഷനുകൾ നൽകണമേ, ശമ്പളത്തിൽ ഇൻക്രിമെൻ്റ് കൊടുക്കണമേ, ബിസിനസ്സിൽ പ്രോഫിറ്റ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ പണം കയ്യിൽ വരുമ്പോൾ കർത്താവെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ സ്വർഗീയ ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കാനും ദരിദ്രരെ സഹായിക്കാനും അങ്ങ് ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. താങ്ക് യു ജീസസ്. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
കർത്താവ് രോഗികളെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ശരീരത്തിലുള്ള വിവിധ രീതിയിലുള്ള രോഗങ്ങൾ മാറട്ടെ. അലർജികൾ ഇപ്പോൾ സൗഖ്യമാകും. എന്ത് രീതിയിലുള്ള അലർജി ആയാലും യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം സ്വീകരിക്കുക. മൈഗ്രെയിൻ, സൈനസൈറ്റിസ് തുടങ്ങിയ തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കൈവിരലുകൾ നിവർത്തുവാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നത് നിവർന്നു വരട്ടെ. കിടപ്പിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്ന ചില വ്യക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമായി അവരിപ്പോൾ എഴുന്നേൽക്കട്ടെ. ഒരുപക്ഷെ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് കാണുന്ന വ്യക്തിയാകാം. ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുന്നേൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കുക. നടക്കാൻ കഴിയാത്തവരിപ്പോൾ നടക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾക്ക് കാഴ്ചക്കുറവുള്ള കൈകൾ കണ്ണിലേക്ക് എടുത്തു വയ്ക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് കാഴ്ച ശക്തി തിരികെ വരട്ടെ. കാതുകൾ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതൽ കർത്താവ് ഓരോരുത്തർക്കും നൽകുന്നതിനായി നന്ദി. മദ്യപാനം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ദുശ്ശീലങ്ങൾ മാറുന്നു. ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന വിടുതൽ കൊടുക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവ്, ഞങ്ങളെ പ്രാർത്ഥന നീ കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കറുകച്ചാലിലും നാളെ അടൂരിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ ക്ഷണിക്കുന്നു. പ്ലീസ് ഡു കം. അടുത്ത തിങ്കൾ മുതൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ സംഭവബഹുലമായ ഒരാഴ്ചയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ആദ്യത്തെ 3 ദിവസങ്ങളിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ VBS നടക്കുന്നു. അതിനുശേഷം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ യൂത്ത് അൺലിമിറ്റഡ് നാഷണൽ കോൺഫറൻസ് നടക്കുകയാണ്. നിങ്ങളുടെ മക്കളെ വിടണം. വിദ്യാർത്ഥികൾ, കുട്ടികൾ, ടീൻസ്, യൂത്ത്സ് ഇത് കേൾക്കുന്നവർ നിങ്ങൾക്ക് യോജിച്ച മീറ്റിംഗ് ഏതാണോ അതിൽ വന്ന് പങ്കെടുക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഞായറാഴ്ച ബ്ലെസ്സിങ് സെൻറ്ററിൽ വരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് സംബന്ധിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ഓൺ മൺഡേ ത്രൂ ബ്ലെസ്സിങ് ടുഡേ. ബൈ.